ഡിവോഴ്സ്. എന്ത് ജോനി ജോനി ഈ പറഞ്ഞത് എന്താ നിനക്ക് വല്ല ബോധമുണ്ടോ? എന്റെ വീട്ടാ, ഞാനെല്ലാം തീരുമാനിച്ചെടുത്തതാ. ഇപ്പൊ ഈ തീരുമാനം എടുക്കാൻ ഭാഗത്തിന് എന്താ ഉണ്ടായേ? അത് ഇതിനെ കുറിച്ചാണ് നീ ആദ്യം സംസാരിക്കാൻ വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞത്? അതെ. നിനക്ക് ഡിവോഴ്സ് വേണം എന്നാ ചിന്തയെങ്കിൽ നീ എന്തിനാ പിന്നെ ജോയിനോട് അടുത്ത് വായി? അത് വീട്ടാ. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. മുകളിൽ നിന്ന് പോവാമോ? ഇല്ലേട്ടാ. അല്ലേ വേണ്ട, ഞാൻ തന്നെ പോവാം. പിന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നെങ്കിലും നിന്റെ വായന ഞാൻ പോവാം. I love you, Shani. I love you, Shani. എന്താ ജയിക്ക് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. നീ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോ നീയും ജോയൊക്കെ അല്ലേ? ഞാനും ജോയും എന്തല്ലേ? നിങ്ങള് തമ്മിൽ ഇഷ്ടത്തിലല്ലേ? ഇതെങ്ങനെ നിനക്കറിയാം? അന്ന് നീ ജോയും ബീച്ചിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ഞാനും കേട്ടതാ. അപ്പൊ ഏട്ടനറിയാമോ ഇത്? നോക്കിച്ചു. അതെ, ഞങ്ങള് തമ്മിൽ കോളേജിൽ വെച്ച് ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് നിന്നെയാണ് ഇഷ്ടം, നിന്നെ മാത്രം. ജയിക്ക് ഇതൊക്കെ നിനക്ക് തോന്നുമായിരിക്കും. നിങ്ങൾ 2-3 വർഷമായിട്ട് ഇഷ്ടത്തിലല്ലായിരുന്നോ? ഒറ്റ രാത്രി കൊണ്ട് അതൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജോനോടും അതെനിക്ക് പ്രണയമല്ല, അത് ഞാൻ മനസ്സിലാക്കി. എനിക്ക് നിന്നോടുള്ളതാണ് പ്രണയം. അവളോട് എനിക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. നിന്നോടാണ് അതെനിക്ക് തോന്നിയത്. എനിക്കിപ്പോ നിന്നെയാണ് ഇഷ്ടം. എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം. ജോ, അവളെന്റെ ഏട്ടന്റെ ഭാര്യ, എന്റെ ഏട്ടന്റെ പെണ്ണ്. ഞാൻ ഇനി അങ്ങനെ കാണത്തുള്ളൂ. എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അത് പറ. ചുമ്മാ മിസ് പറ, എന്നെ ഇഷ്ടമാണെന്ന് പറ. അതാണ് ഇങ്ങോട്ട് പോകാൻ. എന്താ പോയി? കണ്ടിട്ട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതറിയില്ല, എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ജോ മോളെ, വിഹാൻ മോൻ എന്താ പറ്റിയേ? അതല്ലേ വല്ല പ്രശ്നമുണ്ടോ മോളെ? അങ്ങനെയൊന്നുമില്ല. കമ്പനിയിൽ വല്ല ഇഷ്യൂസ് ഉണ്ടാവും, അതായിരിക്കും മോൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. അതായിരിക്കും. പിന്നെ മോളെ, അച്ഛൻ മോനായിട്ട് സംസാരിച്ചിരുന്നു മോളെ കമ്പനിയിൽ കൊണ്ടുപോകുന്ന കാര്യം. അതല്ല അച്ഛാ, അത് നീയേട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ബുദ്ധിമുട്ടില്ല. നിന്നെ നാളെ കമ്പനിയിൽ കൊണ്ടുപോകുന്ന കാര്യം അവൻ പറഞ്ഞായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു നീ വരില്ല, അതുകൊണ്ട് എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പൊക്കോളാം.
ഏട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. ദേഷ്യത്തിലാണ് ഞാൻ പോവുകയും ചെയ്തത്. വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? അവൾക്ക് ഡിവോഴ്സ് വേണം പോലും. എത്ര ധൈര്യം ഉണ്ടായിട്ട് അവളെ എന്നോട് ചോദിച്ചേ. അതൊരു ഡിവോഴ്സ്? ഞാൻ എന്ത് പൊട്ടനാണ്? അത് ഫീലിങ്സ് ഇല്ലാത്ത ജീവിയോ ഇങ്ങനെ തട്ടിക്കളിക്കാൻ? ഇതുവരെ അവളെ സ്നേഹിച്ച വിഹാനെ മറ്റേ കണ്ടിട്ടുള്ളൂ. അവൾക്ക് ഡിവോഴ്സ് അല്ലേ വേണ്ടേ? അത് ഞാൻ കൊടുക്കാം. എഴുന്നേക്കുന്നതിന് കോളേജിൽ കൊണ്ട് എഴുന്നേക്കാൻ കുറച്ചു നേരം കൂടി. ഞാൻ വെള്ളം കോരി ഒഴിക്കട്ടെ? എഴുന്നേക്ക് ജേക്കെ. എനിക്കൊന്ന് കാണുമോ നീ വെള്ളം കോരി ഒഴിക്കണേ? ജേക്കെ മാം അടങ്ങിയിരിക്കേ. എനിക്ക് റെഡി ആവണമെന്ന്. പിന്നെന്താ, നമുക്ക് റെഡി ആവാലോ. നീ കുളിച്ചാ? ഞാൻ കുളിച്ചു. ശേ, നമുക്ക് ഒന്നിച്ചു കുളിക്കാറുന്നല്ലോ. എന്ത് പണിയാ കാണിച്ചു നീ? എന്തായാലും എല്ലാം കാണാനോതാ. അപ്പൊ ഇങ്ങനെ കാണാറുന്നല്ലോ. ഇഹമോൻ ഇതുവരെ വന്നില്ലല്ലോ. 2 ദിവസം മുമ്പ് ഇവിടുന്ന് പോയതാ. അതെ, എന്താന്നറിയില്ലല്ലോ. ഇനി ജോയി മോനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? എനിക്കും അങ്ങനെ തോന്നി. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അവർ ഒന്നിച്ചു പോയാൽ മതിയായിരുന്നു. ഞാൻ ജോമോനോട് സംസാരിച്ച് നോക്കാം. അത് വേണ്ട, ഈശാനി കൂടെ വിളിക്കാം. അവളാകുമ്പോ ജോ കാര്യം പറയും. അത് ശരിയാ. ഈശോ മോളെ, ഈശാനി. അത് മോളെ, വിഹാമോൻ ഇവിടുന്ന് പോയിട്ടിപ്പോ 2 ദിവസമായി. മോനെ കുറിച്ചൊരു വിവരമില്ല. എനിക്ക് തോന്നുന്നു മോനും ജോയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. മോള് പോയി ജോയോട് സംസാരിക്കാം. നീയാവുമ്പോ അവള് എന്തേലൊക്കെ പറയാതെ ഇരിക്കില്ല. അമ്മ പറഞ്ഞിട്ട് ഞാനും ശ്രദ്ധിച്ചിരുന്നു. അവര് തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട്. മോളെ, ഇനി പറ്റുവാണെങ്കിൽ വിഹാൻമോന്റെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കാം. 2 ദിവസമായി ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട്. നല്ല ദേഷ്യത്തിലായിരുന്നു പോയപ്പോ. അതോർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട. ചേട്ടൻ ഡൽഹി വരെ പോയേക്കാം. ബിസിനസ് ട്രിപ്പിന്റെ ആവശ്യമില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എന്നാ അച്ഛനും അമ്മയോട് സംസാരിച്ചിരിക്കേ. ഇഷു റൂമിലേക്ക് വാ. മോളെ ജോ, ചേച്ചി എന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ചേച്ചി? ഇപ്പഴല്ല, ഞാൻ റൂമിലേക്ക് എത്തിയേക്കാം. എന്താ ചേച്ചി പെട്ടെന്ന് റൂമിലോട്ട് വരാൻ പറഞ്ഞേ? അത് ഏട്ടന്റെ കാര്യമാണ്. വിഹാൻ എന്താ പറ്റി? ജോ ഏട്ടനോട് ഡിവോഴ്സ് ചോദിച്ചു. എന്ത്? പതിയെ പറ. നിന്നോട് ആരാ ഇത് പറഞ്ഞേ? ഏട്ടൻ തന്നെ പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം ഞാൻ ഏട്ടനെ കാണാൻ ഓഫീസ് വരെ പോയിരുന്നു. എന്നോട് പറഞ്ഞതാ. Yes, come in. ഏട്ടാ. ജിത്തു, നീ എന്താ ഇവിടെ? എന്താ, ഏട്ടനെ കാണാൻ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? എന്റെ സ്വന്തം ഏട്ടനെ കാണാനല്ലേ ഞാൻ വന്നേ. അങ്ങനെയൊന്നുമില്ലടാ. ഒരു കാര്യമില്ലാതെ നീ ഇങ്ങോട്ട് വരില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സോ നീ വന്ന കാര്യം പറ. അതേട്ടാ, ജോയും ഏട്ടനും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ചേട്ടൻ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതോ? അച്ഛനമ്മയൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. എന്തെങ്കിലും പ്രശ്നം? അതൊന്നുമില്ലടാ, ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഞാൻ ദേഷ്യത്തിലായിരുന്നു എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എന്താണ് ചേട്ടൻ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണേ? ചേട്ടൻ ചുമ്മാതെ ഒന്നും ഇറങ്ങിപ്പോയില്ലോ എന്ന് എനിക്കറിയാം. നല്ല ദേഷ്യം ഉണ്ടായിട്ട് ഇനി ഇറങ്ങിപ്പോകത്തുള്ളൂ. എന്താ കാര്യം പറ. എന്നാ എന്നാ ചേട്ടൻ പറയുവാണെങ്കിൽ കാര്യം പറയാം. ചെറിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് സോൾവ് ആക്കാൻ പാടില്ലേ?
അതൊന്നുമല്ലടാ. ജോ ജോ അവൾ ചെറുതായിട്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു, അതാ. അയ്യേ, ഈ ചില ദിവസമാണ് ചേട്ടൻ അത്രയും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഒന്നല്ലെങ്കിൽ ചേട്ടൻ അവളുടെ ഹസ്ബൻഡ് അല്ലേ, അവള് കാര്യങ്ങൾ ചെയ്തു കൊടുത്തൂടെ? എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല ജിത്തു. ആട്ടെ, അവൾ എന്ത് കാര്യമാണ് ആവശ്യപ്പെട്ടെ? സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമോ? അതെന്ത് കാര്യ? She asked for a divorce, JK. വാട്ട്? അതാ പറ്റില്ല എന്ന് പറഞ്ഞു. നീ വീട്ടിലേക്ക് പോക്കും. അമ്മയോ ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞു, ഞാനൊരു ബിസിനസ് ട്രിപ്പിന് പോയേക്കുക, ഒരു 1 week ആവും വരുമ്പോന്ന്. അല്ലേട്ടാ ജോ, ജിത്തു നീ ഇപ്പൊ പോ. എനിക്കിപ്പോ അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ശരി. ഓക്കെ. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതുവരെ നിന്നോടുള്ള ഫീലിങ്സ് ഒന്നും പോയിട്ടില്ലെന്നാ. ഏയ്, അതൊന്നും അല്ലായിരിക്കും. വേറെ എന്തെങ്കിലും റീസൺ ആവാനാ ചാൻസ് ഉള്ളൂ. അതെങ്ങനെ നിനക്കറിയാം? എനിക്ക് ഉറപ്പാണ് ഞങ്ങൾക്കിടയിൽ വേറെ ഫ്രണ്ട്സിന്റെ ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് 100% ഉറപ്പാണ്. ഇഷ്യൂന്ന് അറിയോ ഞങ്ങൾ എങ്ങനെയൊക്കെ ഫീസായിരുന്നു? ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. മോഡൽ വർക്കിന് പോകുന്നോണ്ടും ഒരുപാട് ഫാൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ജോ നന്നായിട്ട് പാട്ട് പാടുന്നതുകൊണ്ട് ജോയ്ക്ക് നല്ല ഫാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫേമസ് ആയിരുന്നു കോളേജിൽ. എടാ, ഇപ്രാവശ്യത്തെ ക്യാമ്പസ് കിങ് ആണെന്നറിയോ? ആരാടാ? അതെന്ത് ചോദ്യമാടാ, നമ്മുടെ ജയിക്കുള്ളപ്പോ അവനിലായിരിക്കും കിങ്. ആ, അതും ശരിയാ. പിന്നെ എന്തിയാ നമ്മുടെ ക്യാമ്പസ് കിങ്? അതേ വരുന്നു. എടാ ജയിക്കേ, ഇങ്ങോട്ട് വന്നെടാ. ഞങ്ങള് ക്യാമ്പസ് കിങ്ങിന്റെ ക്യൂണിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഓഹോ, എന്നിട്ട് ആരാണ് കിങ്ങും ക്യൂനും ഒക്കെ? എന്റെ പൊന്നു ജിത്തു, അറിഞ്ഞു വെച്ചോണ്ട് ചോദിക്കല്ലേ. ഇതൊക്കെ അതിരിക്കട്ടെ, ഇതൊരു ഗുമ്മല്ലേ? അത്രയും കുമ്പ് വേണ്ട. അല്ലടാ മഹി, ക്യാമ്പസ് കിങ് നമ്മുടെ ജയിക്കാണല്ലോ, അപ്പോ ക്യൂനാരാ? വേറെ ആരാവനാ? ട്രെയിനായിരിക്കും. പിന്നെ അവക്കടെ ഷോയിങ് കാണുമല്ലോ. ഉഫ്, സത്യം. ഓ, ഇത്തവണ നോക്കല്ലടാ, നമ്മുടെ കോളേജ് സിംഗർ ജോഷിക കിഷോർ. അവക്കാ കോളടിച്ചല്ലോ മോനെ, നിന്റെ ക്രഷാണല്ലോ ഇത്തവണത്തെ ക്യൂ. അങ്ങനെയൊന്നുമില്ലടാ, നന്നായിട്ട് പാട്ട് പാടും. പാട്ട് പാടുന്നതൊക്കെ നല്ല രസമാണ്. ജസ്റ്റ് റെസ്പെക്ട് ആവും, അല്ലാണ്ട് വേറൊന്നുമില്ല. ഓ, വിശ്വസിച്ചു. ഞങ്ങള് ക്യാമ്പസിലെ കിങ്ങും ക്യൂനും ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് നല്ല ഷിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ നല്ല ഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ആയത്. ഞങ്ങളുടെ ഒരു അട്രാക്ഷൻ, ഇൻഫാക്ച്വേഷൻ അത്രേ ഉള്ളൂ. അതിപ്പോ ഓർക്കുമ്പോ വേണ്ടാർന്നും തോന്നുക. അതേടോ, ഇത്രേ ഉള്ളൂ. ഇത് അവൾക്ക് മനസ്സിലാവും, പക്ഷെ അതിന് ഒരുപാട് സമയം വേണം. എന്നെ പോലെ അവൾക്ക് മനസ്സിലൊക്കെ സംസാരിക്കാനുള്ള ആളെ വേണം. ഇതൊക്കെ അവൾക്ക് മനസ്സിലാവും. അത് നിന്നെ കൊണ്ടേ കഴിയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ജയിക്ക് പറഞ്ഞു വരുന്നത്? അവൾ എന്തിനാണ് ഏട്ടനോട് ഡിവോഴ്സ് ചെയ്യിച്ചെന്ന് ഡയറക്റ്റ് ആയിട്ട് അവളോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ അവള് പറയും എന്താണ്. ജയിക്ക് ഇൻ കേസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. എന്ത്? ഇങ്ങോട്ട് വാടി.